നമ്മൾ ആരെയും പറ്റിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. നമ്മളൊരു ഹ്യൂജായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മൾ ലാഭം എടുത്തിട്ടല്ല ഇങ്ങനൊരു സംരംഭം ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായിട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകൾക്കും കുറച്ച് പരാതികൾ വന്നിരുന്നു. കൃത്യമായിട്ടുള്ള പ്രോസസ്സറിൻ്റെ സ്പെക്ക് പറഞ്ഞില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ടുള്ള പ്രോസസ്സറിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കുറച്ചൊക്കെ കണ്ട് അങ്ങ് പോയി ഒന്നും ശ്രദ്ധിക്കാതെ പോയ ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യം കൂടെ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ i3 മാത്രമല്ല, നമ്മുടെ അടുത്ത് i5 സിസ്റ്റം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഞാൻ 11,500 നിങ്ങൾക്ക് i3 സ്പെക്കിൽ വരുന്ന സിസ്റ്റം, അതായത് ലാബ് കെയറിൻ്റെ സിസ്റ്റം തരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ i3 ഏത് ജെന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും പ്രശ്നമുള്ളത്. പ്രോസസ്സറിൽ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നങ്ങൾ വന്നിരുന്നു. i3 നമുക്ക് 2 ജനറേഷൻ വരുന്നത് മാത്രമേ വരുന്നുള്ളൂ. 4th ജെന്നും 3rd ജെന്നും രണ്ടിനും 11,500 രൂപ തന്നെയാണ് വില വരുന്നത്. i5ലോട്ട് പോയി കഴിയുമ്പോൾ 4th ജെന്ന് വരുമ്പോൾ 16,500 രൂപയും 6th ജെന്ന് വരുമ്പോൾ 18,500 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിസ്റ്റം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മൾ പിന്നെ വേറെ ഏത് സ്പെക്ക് കൊടുക്കണം നിങ്ങൾ പറയാം. അപ്പം പല കുറ്റങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇത്രമായിട്ട് ഇങ്ങനെ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം ഏത് തരത്തിലുള്ള സിസ്റ്റം വേണമെങ്കിലും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിസ്റ്റം എന്ന് പറയുമ്പം ഒരു സാധാരണ ഒരു വീടുകളിൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ മോള് പഠിക്കുന്ന ഒരാളാണ്, കുട്ടിക്കൊരു സിസ്റ്റം വേണം. അപ്പോൾ നമ്മൾ എത്ര ടൈം ലാപ്ടോപ്പിലിരുന്ന് കുത്തും? ലാപ്ടോപ്പിനേക്കാളും എത്രയോ ഉപകാരമാണ് സിസ്റ്റം. കാരണം പഠിക്കാനുള്ള മക്കളുള്ള വീട്ടിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ. കാരണം ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്, ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൽ നിന്ന് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ലാപ്ടോപ്പിൽ നമുക്കൊരു 14 ഇഞ്ച് മോണിറ്ററേ കിട്ടുള്ളൂ. നമുക്കിതിൽ എപ്പോൾ വേണമെങ്കിലും മോണിറ്റർ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഞാൻ കൊടുക്കുന്ന 19 ഇഞ്ച് മോണിറ്ററാണ് ഞാനിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 19 ഇഞ്ച് മോണിറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളുള്ളൊരു മോണിറ്ററാണ്. ഒരാൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് പരാതി പറയുകയല്ല ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പല ആൾക്കാരും പരാതികൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താണ് അതിന് കുറ്റങ്ങളുള്ളത്? ഏതൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ എന്താണ് പ്രോപ്പറായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരെയും പറ്റിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. സത്യസന്ധമായി കൃത്യമായിട്ടുള്ള സ്പെക്ക് കാര്യങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ, അല്ലാതെ ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത്. പക്ഷെ അതിനൊരു വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് പല ആൾക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിലൊരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് സിസ്റ്റം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ i3 സീരീസിലും i5 സീരീസിലും നമ്മൾ സിസ്റ്റം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തരാവുന്നതാണ്. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ സിസ്റ്റം എടുത്ത് നിങ്ങളെ കാണിച്ച് സ്പെക്ക് കാണിച്ച് അത് കാണിച്ച് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പ്രോപ്പർ ജെനുവനായിട്ട് ആർക്ക് വേണോ സ്പെക്ക് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നമുക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം 2015 മുതൽ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. ഇങ്ങനെയൊരു സിസ്റ്റം ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക, 4-5 വർഷമായി ഞാൻ ഈ ചാനലായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളും അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഇന്നലെ വന്നൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടല്ല നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ 16 സിസ്റ്റം സെല്ല് ചെയ്തു. ഇന്നും കൂടെ ഒരു സിസ്റ്റം സെല്ല് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ സെല്ല് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലോങ് ഉള്ള ആൾക്കാരുണ്ട്, പല സ്ഥലങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചവരുണ്ട്, ഹൈദരാബാദിൽ നിന്ന് വിളിച്ചവർ, ഇവർക്കൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എവിടെ നിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും കൊറിയർ വെക്കാം. പക്ഷേ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കുമെന്ന് എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഹ്യൂജായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മൾ ലാഭം എടുത്തിട്ടല്ല ഇങ്ങനൊരു സംരംഭം ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടണം, എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപകാരപ്പെടണം എന്നുള്ളൊരു ചിന്ത കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത് ഒരു ചെറിയൊരു ഖേദമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കൊടുത്തയക്കുന്ന ഈ i3 അല്ലെങ്കിൽ i5 സീരീസിൽ വരുന്ന സിസ്റ്റം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ മറ്റ് നമ്പറുകൾ, ഓഫീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു റേറ്റ് മുതൽ 11,500 രൂപ മുതൽ 18,500 രൂപ വരെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സിസ്റ്റം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സിസ്റ്റം വേണ്ട ആൾക്കാർ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ല വീഡിയോസുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.